പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോ ഇപ്പോ വരാൻ പോകുന്ന യൂണിഫോം തസ്തികളായ പോലീസിൽ വരാൻ സാധ്യതയുള്ള ഒരു പങ്ക്തി ഇപ്പൊ തൊഴിൽ വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ്. ഭാരതീയ ന്യായ സംഹിതയെ കുറിച്ചാണ്. നമുക്കിത് ഒന്ന് പഠിച്ചു തുടങ്ങാം. തൊഴിൽ വാർത്തയുടെ പങ്ക്തി ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് പഠിച്ചിരിക്കുക. ഇപ്പോ ഭാരതീയ ന്യായ സംഹിത അധ്യായങ്ങളും വകുപ്പുകളും. അപ്പൊ അതിൽ ഭാരതീയ ന്യായ സംഹിതയിൽ 20 അധ്യായങ്ങളും 358 ഉപവകുപ്പുകളല്ല വകുപ്പുകളും ഉൾക്കൊള്ളുന്നു. ആദ്യം പഠിക്കേണ്ട പോയിന്റ് അത് തന്നെയാണ്, ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഐ പി സി ഒക്കെ ആയിരുന്ന സമയത്ത് ബുക്കുകളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ചാപ്റ്റേഴ്സും സെക്ഷൻസും അല്ലെ. ഇതില് 20 ചാപ്റ്ററുകൾ അല്ലെങ്കിൽ അധ്യായങ്ങൾ, 358 വകുപ്പുകൾ. BNSന്റെ കാര്യമാണ് പറയുന്നത്. BNS ഭാരതീയ ന്യായ സംഹിത. ഓക്കെ, അപ്പൊ അതിൽ വരുന്ന ഈ ഇത്രയും വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് ആദ്യം പഠിക്കണം. വകുപ്പുകളിൽ വരുന്ന അധ്യായങ്ങൾ. ഓക്കെ, അധ്യായം 1 സെക്ഷൻ 1 മുതൽ 3 വരെ പ്രതിപാദിക്കുന്നു. പ്രിലിമിനറി ആണ്. അതിനെ പറയുന്നത് എന്താണ്? പ്രിലിമിനറി, അതായത് പ്രാരംഭം എന്ന് പറയും, തുടക്കം. രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നത് ശിക്ഷകളെ കുറിച്ചാണ്. ശിക്ഷകളെ കുറിച്ച് രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നു. അതിൽ വകുപ്പ് 4 തൊട്ട് 13 വരെ വരുന്നു. ഇനി മൂന്നാമത്തെ അധ്യായത്തിൽ ജനറൽ എക്സെപ്ഷൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഇത് നമുക്ക് സിലബസിൽ ഫുള്ളായിട്ട് പഠിക്കാനുള്ളതാണ്. 14 തൊട്ട് 44 വരെയുള്ള സെക്ഷൻസ് അതിൽ പെടുന്നു. ഇനി അധ്യായം 4 പ്രേരണ, ഗൂഢാലോചന ശ്രമം എന്നിവയെ കുറിച്ച് പ്രതിപാദിക്കുന്നു. സെക്ഷൻ 45 തൊട്ട് 62 വരെ അതിൽ പ്രതിപാദിക്കും. ഇനി അധ്യായം 5 ചാപ്റ്റർ 5 പറയുന്ന കാര്യം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ. സെക്ഷൻ 63 മുതൽ 99 വരെ ഉൾപ്പെടുന്നു. അപ്പൊ ഈ 5 എണ്ണം നമ്മൾ പഠിച്ചതിൽ നിന്ന് ഞാൻ ആദ്യം ഇതിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വരാമെന്ന് പറയാം. ഭാരതീയ ന്യായ സംഹിതയെ കുറിച്ചുള്ള പൊതുവിവരങ്ങൾ പരിശോധിക്കുക, ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഈ ഭാരതീയ ന്യായ സംഹിതയിൽ 20 അധ്യായങ്ങളും 358 വകുപ്പുകളും ഉൾപ്പെടുന്നു. രണ്ടാമത്തെ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് ശിക്ഷകളെ കുറിച്ചാണ്. മൂന്നാമത്തെ അധ്യായത്തിൽ 14 മുതൽ 44 വരെയുള്ള വകുപ്പുകൾ ഉൾപ്പെടുന്നു. അപ്പൊ ഇതിൽ 1, 2, 3 പ്രസ്താവനകൾ ശരി എന്നതാണ് ശരിയായ ഉത്തരം. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് മാക്സിമം കൊടുക്കുന്നത്. ഓക്കെ, ആറാമത്തെ അധ്യായത്തിൽ മനുഷ്യ ശരീരത്തിനെതിരെയുള്ള അതിക്രമങ്ങളെ കുറിച്ച് പറയുന്നു. അത് 100 മുതൽ 146 വരെയാണ്. ഇനി ഏഴാമത്തെ അധ്യായത്തിൽ സ്റ്റേറ്റിനെതിരായ അതിക്രമങ്ങളെ കുറിച്ച് പറയുന്നു. അത് 147 തൊട്ട് 158 വരെ. ഇത് നമുക്ക് ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന അതിൽ ഓരോ സെക്ഷൻസ് പഠിക്കുന്ന പോലെ ഇത് പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ. അതിലും ഇതേ കണക്ക് തന്നെ കിടക്കുന്നത്. ഇനി അധ്യായം 8 സായുധ സേനാ വിഭാഗങ്ങൾക്ക് എതിരെയുള്ള അതിക്രമങ്ങളെ കുറിച്ച് പറയുന്നു. അത് 159 തൊട്ട് 168 വരെ പ്രതിപാദിക്കുന്നു. അത് ഏതൊക്കെ വരും? ആർമി വരും, നേവി വരും, എയർഫോഴ്സ് വരും, കര, നാവിക, വ്യോമ സേനകൾ. അധ്യായം 9 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. സെക്ഷൻ 169 തൊട്ട് 177 വരെ വരും അതില്. അധ്യായം 10 നാണയങ്ങൾ, കറൻസികൾ, ഗവൺമെന്റ് സ്റ്റാമ്പുകൾ തുടങ്ങിയവയെ കുറിച്ചുള്ള ബന്ധപ്പെട്ട കുറ്റങ്ങൾ. ഇതെങ്ങനെ നമ്മൾ പഠിച്ചിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഐഡിയകൾ ക്രിയേറ്റ് ചെയ്താൽ മതി. 10 രൂപ നാണയം, 10 രൂപ നാണയം എന്നങ്ങ് പഠിച്ചാൽ മതി. 10 രൂപ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന 10 അല്ല, ഇപ്പൊ 5 അല്ല. ഇപ്പൊ അടുത്തതേ പറഞ്ഞു, മറ്റേ OP ടിക്കറ്റ് എടുക്കാൻ തന്നെ ചില്ലറ ഇല്ലാത്തതുകൊണ്ട് 10 രൂപ ആക്കാൻ പോണെന്ന് പറഞ്ഞു. 10 രൂപ ആക്കി. അപ്പൊ അത് പഠിക്കുക. ഓക്കെ, അപ്പൊ നാണയങ്ങൾ, കറൻസികൾ, ഗവൺമെന്റ് സ്റ്റാമ്പുകൾ തുടങ്ങിയവയായിട്ട് ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് 10ാമത്തെ അധ്യായത്തിലാണ് സെക്ഷൻ 178 തൊട്ട് 188 വരെ. ഇനി 11 പബ്ലിക് ട്രയാങ്കുലിറ്റിയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ. അത് 189 തൊട്ട് 197 വരെ വരും. അടുത്ത പൊതു ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളാണ് 12 വരുന്നത്. പൊതു ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ 12 വരും, 198 തൊട്ട് 205 വരെ. അധ്യായം 13 പൊതു ഉദ്യോഗസ്ഥരുടെ അധികാരം തടസ്സപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളാണ്. 206 തൊട്ട് 226 വരെ അതിൽ വരും.
അടുത്തത് അധ്യായം 14 തെറ്റായ തെളിവ് നൽകൽ, പൊതുനീതിന്യായത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ എന്നിവ 227 തൊട്ട് 269 വരെ അതിൽ പെടുന്നു. ഇനി അധ്യായം 15 പൊതുജനാരോഗ്യം, സദാചാരം, ഗതാഗതം തുടങ്ങിയവയ്ക്കെതിരായ കുറ്റകൃത്യങ്ങൾ 270 തൊട്ട് 297 വരെ. ഇനി അധ്യായം 16 മതങ്ങളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ അതിൽ പെടുന്നു 298 തൊട്ട് 302 വരെ. അധ്യായം 17 അധ്യായം 17 സ്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ. ഇതൊക്കെ നമുക്ക് സിലബസിൽ ഉള്ളതാണ് 303 തൊട്ട് 334 വരെ. ഓരോ സെക്ഷൻസും നമുക്ക് പഠിക്കാനുണ്ടെങ്കിൽ. ഇനി അധ്യായം 19 നോക്കിയേ, ക്രിമിനൽ ഇന്റിമിഡേഷൻ, ഇൻസൾട്ട്, അനോയൻസ്, ഡീഫേമേഷൻ തുടങ്ങിയവയെ കുറിച്ചാണ് 351 തൊട്ട് 57 വരെ. റദ്ദാക്കലിനെ കുറിച്ചുള്ള സെക്ഷൻസ് റിപ്പീൽ ആൻഡ് സേവിങ്സ് 358 അത് 20ാമത്തെ അധ്യായമാണ്. അതിൽ ഒറ്റ സെക്ഷനെ പഠിക്കാവുള്ളൂ, അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് പഠിച്ചു വെച്ചോണം. ഇത് തന്നെ പറയുന്നുള്ളൂ, നിയമവിദഗ്ധർ തയ്യാറാക്കുന്ന സമഗ്ര പരിശീലനം. ഓക്കെ, അപ്പൊ അടുത്ത നമുക്ക് പഠിക്കാം. ഭാരതത്തിൽ നിലവിലുണ്ടായിരുന്ന കുറ്റകൃത്യങ്ങളെയും ശിക്ഷാരീതികളെയും കൂടാതെ മറ്റു കുറ്റകൃത്യങ്ങളെയും ക്രോഡീകരിച്ചുകൊണ്ട് മെക്കാളെ പ്രഭുവിന്റെ നേതൃത്വത്തിൽ 1860 ഇന്ത്യൻ ശിക്ഷാ നിയമം ഉണ്ടാക്കുകയും 862 ജനുവരി 1 മുതൽ നിലവിൽ വരികയും ചെയ്തു. IPC കേസാണ് പറയുന്നത്. IPCക്ക് പകരമല്ല BNS ഒന്നും. എന്നാൽ ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് ഭാരതീയ ക്രിമിനൽ നിയമവ്യവസ്ഥ മാറ്റേണ്ടത് ആവശ്യമായതിനാൽ 1860 ഇന്ത്യൻ ശിക്ഷാ നിയമം അഥവാ ഇന്ത്യൻ പീനൽ കോഡ് IPC മാറ്റി എഴുതിക്കൊണ്ട് ഭാരതീയ ന്യായ സംഹിത 2023 നിർമ്മിച്ചു. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ 74ാം വർഷത്തിലാണ് ഭാരതീയ ന്യായ സംഹിത 2023 പാർലമെന്റ് കൊണ്ടുവന്നത്. ഡേറ്റ് അടക്കം കൊടുത്തിട്ടുണ്ട്. 2023 ഡിസംബർ 20 ലോക്സഭ ബില്ല് പാസ്സാക്കി. ഫസ്റ്റ് വർഷം പഠിക്കുന്നത്. പിന്നെ ഈ 74 പഠിച്ചോളൂ കേട്ടോ. റിപ്പബ്ലിക്കിന്റെ 74ാം വർഷത്തിലാണ് ഇത് കൊണ്ടുവന്നത്. പിന്നെ ഡിസംബർ 21 പിറ്റേ ദിവസം രാജ്യസഭ ബില്ലിന് അംഗീകാരം നൽകി. ലോക്സഭ, രാജ്യസഭ. അടുത്ത 25 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു. ഇമ്പോർട്ടന്റ്. 24 ജൂലൈ 1 മുതൽ നിലവിൽ വന്നു. 4 ഡേറ്റുകളുണ്ട്, 4ഉം ഇമ്പോർട്ടന്റ്. റിപ്പീറ്റ് അടിച്ച് കണ്ടോ, റിപ്പീറ്റ് പറയൂല, വീഡിയോ വൈഡായി പോകും. അതുകൊണ്ട് ഭാരതീയ ന്യായ സംഹിതയിലെ 20ാമത്തെ അധ്യായത്തിലെ 358(1) വകുപ്പ് ഇന്ത്യൻ ശിക്ഷാ നിയമം റദ്ദായതിനെ കുറിച്ച് പറയുന്നു. ഇമ്പോർട്ടന്റ് കാര്യമാണ്. നമ്മൾ പഠിച്ച് 20ാമത്തെ അധ്യായത്തിൽ റദ്ദാക്കലിനെ കുറിച്ച് പറയുന്നു. 358 വകുപ്പ്. അപ്പൊ അതില് ഉപവകുപ്പ് 358 ബ്രാക്കറ്റ് വന്നെന്ന് പറഞ്ഞാൽ അതിൽ സബ് സെക്ഷൻ ആണ്. ഇതില് ഇന്ത്യൻ IPC റദ്ദായതിനെ കുറിച്ച് പറയുന്ന വകുപ്പാണ്. ചോദിക്കാം. ഭാരതീയ ന്യായ സംഹിത പ്രകാരം ആൾട്ടറി, സെഡിഷൻ, ആത്മഹത്യാ ശ്രമം എന്നിവ കുറ്റകൃത്യങ്ങൾ അല്ലാതായി. അപ്പൊ ഏതൊക്കെയാണ് ഈ പുതിയ BNS പ്രകാരം? അഡൽട്ടറി എന്ന് പറഞ്ഞാൽ വ്യഭിചാരം അറിയാലോ, ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. ഇനി അടുത്തത് സെഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യദ്രോഹ കുറ്റം. ഇനി ആത്മഹത്യാ ശ്രമം എന്നിവ കുറ്റകൃത്യങ്ങൾ അല്ലാതാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ്? അഡൽട്ടറി, സെഡീഷൻ, ആത്മഹത്യാ ശ്രമം. ഇതൊക്കെയാണ് രാജ്യദ്രോഹ കുറ്റം. പിന്നെ അഡൽട്ടറി എന്താണ്? വ്യഭിചാരം അല്ലെ. ആത്മഹത്യാ ശ്രമമൊന്നും കുറ്റകൃത്യങ്ങൾ അല്ലാതായി മാറിയിട്ടുണ്ട്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കാം. സാമൂഹിക സേവനം ഒരു ശിക്ഷാ രീതിയായി ഉൾപ്പെടുത്തി. അതായത് എന്താണ്, ചില കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പം വൃത്തിയാക്കാനൊക്കെ പറയും അല്ലെ, അതൊക്കെ. ഓക്കെ, സാമൂഹ്യ സേവനം നടത്താൻ പറയും. ഹോസ്പിറ്റൽ ക്ലീനിങ്ങോ അങ്ങനെ എന്തെങ്കിലും. ഓക്കെ. സ്ത്രീകൾക്ക് കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങളെ ഒറ്റ അധ്യായത്തിന് കീഴിലായി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ട് ഒരൊറ്റ ചാപ്റ്ററിന്റെ കീഴിൽ കൊണ്ടുവന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ചില കുറ്റകൃത്യങ്ങൾക്ക് നൽകിയിരുന്ന ശിക്ഷാ കാലാവധി ഭാരതീയ ന്യായ സംഹിതയിൽ കൂടുതലാക്കി. ഓക്കെ, ഇവിടെ കടുപ്പമുണ്ട്. ഭീകരത, സൈബർ കുറ്റകൃത്യങ്ങൾ പോലുള്ളവ കൂട്ടിച്ചേർത്ത പ്രധാനപ്പെട്ട എന്താണ്? ഭീകരത, സൈബർ കുറ്റകൃത്യങ്ങൾ. ഭാരതീയ ന്യായ സംഹിത ഇന്ത്യയിൽ എല്ലായിടത്തും ബാധകമാണ്. നിർവചനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. 2-3 എന്താണ്? 2-3 ചൈൽഡിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് വകുപ്പ് 2-3. അതെങ്ങനെ പഠിക്കാം?
വകുപ്പ് 2-3 ചൈൽഡുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? 2-3 വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. ഇപ്പം എന്താണ് 3 ലക്ഷ്യം വയ്ക്കുന്നു, 2 കിട്ടുന്നു. എങ്ങനെയാണ് നമുക്കൊരു ഇത് വെക്കാൻ പറ്റുന്നത്? ഇപ്പൊ ഒരു 2 എന്താണ് പുതിയ നവദമ്പതിമാർ വിവാഹം കഴിച്ചു. കുട്ടി എന്ന് പറയുന്നത് അവരുടെ സ്വപ്നമല്ലേ. അപ്പൊ എന്താണ് അപ്പൊ അവര് എന്താണ് 2 കുട്ടികൾ, ഇരട്ട കുട്ടികൾ എന്നൊന്നും പഠിച്ചാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ 3 കുട്ടി, എന്തെങ്കിലും ഒരു കണക്റ്റഡ് ഫാക്ട് പഠിക്കുക. അങ്ങനെ നമുക്കിത് പഠിച്ചു വയ്ക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് വേണമെങ്കിൽ നമുക്കൊരു കണക്ഷൻ എടുക്കാം. 2 ദമ്പതികൾ, മൂന്നാമതായിട്ട് വരുന്ന ആരാണ്? കുട്ടിയാണല്ലേ ആദ്യം. അപ്പൊ അങ്ങനെ പഠിക്കാം. അപ്പൊ 2-3 എന്ന് പറഞ്ഞാൽ 2 ദമ്പതികൾ. 2 ദമ്പതികൾക്ക് മൂന്നാമതായി വരുന്ന ആരാണ്? ആ കുടുംബത്തില് ഒരു കുട്ടിയായിരിക്കും അല്ലേ. അപ്പൊ 2-3 അങ്ങനെ കണക്ട് ചെയ്യാം. ഓക്കെ. ഭാരതീയ ന്യായ സംഹിതയിലെ ഈ വകുപ്പ് 2-3 പറയുന്നത് കുട്ടി എന്നത് നിർവചനം കൊടുക്കുന്നു. 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിക്കും ഈ നിർവചന പ്രകാരം കുട്ടി എന്നതിന്റെ പരിധിയിൽ വരുന്നു 18 വയസ്സ്. ഇനി 2-4 കൗണ്ടർ ഫീറ്റ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. കൗണ്ടർ ഫീറ്റ് എന്നാൽ ആരെയെങ്കിലും ഏതെങ്കിലും ഒരു വസ്തുവിനെ അതിന്റെ യഥാർത്ഥ രൂപം പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ വ്യാജമായി അവതരിപ്പിക്കുന്നതാണ്. അതായത് വ്യാജമായ വസ്തു ഇങ്ങനെ അവതരിപ്പിച്ചാൽ ഇത് കാരണം മറ്റൊരു വ്യക്തി പറ്റിക്കപ്പെടുമെന്ന ഉദ്ദേശ്യമോ അല്ലെങ്കിൽ അത്തരം അറിവോ ഈ കൃത്യം ചെയ്യുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. ഇങ്ങനെ കൗണ്ടർ ഫീറ്റ് ചെയ്ത് പ്രതിഫലിപ്പിക്കുന്ന വസ്തു യഥാർത്ഥ വസ്തുവിന്റെ കൃത്യമായ രൂപത്തിലായിരിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പൊ വ്യാജമായ പതിപ്പുകളാണ് ഈ പറയുന്ന കൗണ്ടർ ഫീറ്റിൽ ഉൾപ്പെടുന്നത്. വകുപ്പ് 2-4. 2-8 എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ്, രേഖകളെ കുറിച്ചാണ്. വകുപ്പ് 2-8 നിർവഹിച്ചിരിക്കുന്ന പ്രകാരം രേഖ അഥവാ ഡോക്യുമെന്റ് എന്നതിനെ തന്നിരിക്കുന്ന ഏതെങ്കിലും ഒന്നിൽ പ്രത്യക്ഷമായോ വിശദീകരിച്ചോ നൽകിയിരിക്കുന്നതാകും. കത്തുകളോ അക്കങ്ങൾ, അടയാളങ്ങൾ അല്ലെങ്കിൽ ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ കൂടുതൽ രീതിയിലുള്ളതോ ഇലക്ട്രോണിക് ആയോ ഡിജിറ്റൽ രൂപത്തിലോ ഉള്ളവ ഒരു ആവശ്യത്തിന് ഉപയോഗിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയോ തെളിവായി ഉപയോഗിക്കാൻ നിർമ്മിക്കുന്നതിനെ രേഖ എന്ന് വിളിക്കുന്നു. ഇത് കോടതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണെങ്കിലും അല്ലെങ്കിലും രേഖ എന്നതിന് നിർവചനത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഒരു പവർ ഓഫ് അറ്റോർണി എന്നത് രേഖയാണ്. ദിശകളോ നിർദ്ദേശങ്ങളോ അടങ്ങിയിരിക്കുന്ന എഴുത്ത് രേഖയാണ്. അതായത് എന്താണ് ദിശയെ കുറിച്ചൊക്കെ പറയുന്നത് ഒരു എഴുത്തുണ്ടെങ്കിൽ അത് എന്താണ് രേഖയായിട്ട് കൊടുക്കും. ഒരു എവിഡൻസ് ആണ് ഉദ്ദേശിക്കുന്നത് രേഖ. ഓക്കെ, രേഖ എവിഡൻസ് അല്ല, സോറി, തെളിവാണ്. അതായത് ഡോക്യുമെന്റ്. ഒരു രേഖ ഉണ്ടെങ്കിലല്ലേ അതിന് ഒരു റിയാലിറ്റി ഉള്ളൂ. ഇവിടെ വാണിജ്യപരമായ ആവശ്യങ്ങൾക്കോ സാമാന്യ രീതിയിലോ ആവശ്യങ്ങൾക്കോ വേണ്ടി ഉപയോഗിക്കുന്ന കത്തുകളോ അക്കങ്ങളോ അടയാളങ്ങളോ വിശദീകരണത്തോടു കൂടി അല്ലാതെ പ്രകടിപ്പിക്കുന്നതെങ്കിൽ ഇത്തരം ആവശ്യങ്ങൾക്കനുസൃതമായി ഇവ രേഖ എന്ന ഇതിന്റെ പരിധിയിൽ വരുന്നു. ഒരു ഉദാഹരണം അവിടെ കൊടുത്തിരിക്കുന്നു. ഒന്നുമില്ല, രേഖ എന്ന് പറയുന്ന കാര്യം വെച്ചാൽ ഇപ്പം എന്താണ് ഒരു രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ അവിടെ ഒരു വളവുണ്ട്, അതിനൊരു സൂചകം കൊടുക്കൂടി, അതൊരു ഡോക്യുമെന്റ് ആണ്. ഓക്കെ, ഈ ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഒരാൾ തന്റെ ഓർഡറിന് മേലുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ പുറകുവശത്ത് തന്റെ പേരെഴുതുന്നു. വാണിജ്യ രീതി അനുസരിച്ച് ഇതിന്റെ കൈവശക്കാരനാണ് ബില്ലടയ്ക്കേണ്ടതാകുന്നു എന്നതാണ് ഇതിന്റെ സാരാംശം. ഇത് രേഖ എന്നതിന്റെ പരിധിയിൽ വരും. വകുപ്പ് 2-13 ഹാർബർ എന്നത് കുറ്റം ചെയ്ത ഒരു വ്യക്തിയുടെയോ കുറ്റം ചെയ്തതായി സംശയിക്കുന്ന ഒരു വ്യക്തിയെയോ സംരക്ഷിക്കുന്നതിന് വേണ്ടി അയാൾ താമസം, ഭക്ഷണം, വെള്ളം, വസ്ത്രം, പണം, ആയുധങ്ങൾ, സ്ഫോടക വസ്തുക്കൾ, യാത്രാ സൗകര്യം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സഹായം നൽകൽ എന്നിവയാണ്. ഇതും ഒരു കുറ്റകൃത്യമാണ്. ഒരു കുറ്റവാളിയെയോ കുറ്റം ചെയ്തതായി സംശയിക്കുന്ന ആളെയോ സഹായിക്കുന്നയാളെയാണ് ഹാർബർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹാർബർ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഒരാൾക്ക് സഹായം നൽകുന്ന ആളായിട്ട് മാറുന്നു. ഒരു ടെററിസ്റ്റിന് കുടിക്കാൻ വെള്ളം കൊടുത്തുകൊണ്ട് അയാൾക്ക് സുഖസൗകര്യങ്ങളോടെ അയാളെ താമസിപ്പിക്കാൻ വേണ്ടി ഒരാൾ നിൽക്കുന്നു. അത് അയാൾക്ക് ആ വീട് കൊടുക്കുന്ന ആള് കുറ്റക്കാരനായിട്ട് മാറും. അത് ഹാർബറാണ്. 2 എത്രയാണ് അത് വരുന്നത്? 2-13. 2-14 പഠിക്കാനുള്ളത്. പരിക്ക്, ഇഞ്ചുറിയെ കുറിച്ച് പറയുന്നു. ഭാരതീയ ന്യായ സംഹിത പ്രകാരം പരിക്ക് എന്നത് ഏതെങ്കിലും ഒരാൾക്ക് നിയമപരമായി അല്ലാതെ ദോഷം വരുത്തുന്നതാകുന്നു. ഒരു വ്യക്തിയുടെ ശരീരം, മനസ്സ്, അഭിമാനം, ശേഷം
സ്വത്ത് എന്നിവയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ദോഷം വരുത്തുന്നതിനെ പരിക്ക് എന്ന് പറയും. 2-14. ഓക്കെ അല്ലേ? ഇനി 28, 2-28 പൊതു ഉദ്യോഗസ്ഥനെ കുറിച്ച് പറയുന്നത് 28-ലാണ്. ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഉൾപ്പെടുന്ന ഒരു പാർട്ടാണ് 28. ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് പൊതു ഉദ്യോഗസ്ഥൻ എന്നാൽ എന്താണെന്നാണ് പറയുന്നത്. ആദ്യത്തെ കാര്യം, ആർമി, നേവി, എയർഫോഴ്സ് എന്നിവയിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ഇതിൽപ്പെടും. ജഡ്ജി ഇതിൽ വരും. അതായത് ഏതെങ്കിലും അഡ്ജുഡിക്കേറ്ററി ഫംഗ്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട ഓട്ടത്തിൽ ഉൾപ്പെടുന്നവരടക്കം ഇതിൽ വരും. പിന്നെ കോടതിയിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരും, ലിക്വിഡേറ്റർ, റിസീവർ, കമ്മീഷണർ തുടങ്ങിയ ഏതെങ്കിലും വസ്തുവകകൾ സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനോ പരിപാലിക്കാനോ രേഖകൾ സൂക്ഷിക്കാനോ കോടതിപരമായ ഉത്തരവുകൾ നടപ്പിലാക്കാനോ ശപഥം ചെയ്യാനോ വിശകലനം ചെയ്യാനോ അച്ചടക്കം നിലനിർത്താനോ നിയമപരമായി നിയോഗിക്കപ്പെട്ടവരും ഇതിൽ ഉൾപ്പെടുന്നു. കോടതിയെയോ പൊതു ഉദ്യോഗസ്ഥനെയോ അനുഗമിക്കുന്ന പഞ്ചായത്ത് അംഗം, ഒരു കാര്യം വിലയിരുത്തുവാൻ നിയോഗിക്കപ്പെട്ട ആൾ എന്നിവരും ഇതിൽ വരും. പിന്നെ കോടതി മുഖാന്തരമോ മറ്റ് പൊതു അധികാരികൾ വരിയോ ചില കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ ചുമതലയുള്ള വ്യക്തി, മധ്യസ്ഥൻ എന്നിവരൊക്കെ ഇതിൽ വരും. പൊതു ഉദ്യോഗസ്ഥനിൽ വരും. തീർന്നില്ല, ഏതെങ്കിലും വ്യക്തിയെ തടഞ്ഞു വെക്കാൻ അധികാരമുള്ള വ്യക്തി വരും. പിന്നെ കുറ്റകൃത്യങ്ങൾ തടയാനും ഇതിനെക്കുറിച്ച് വിവരം നൽകാനുള്ള കുറ്റവാളിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും പൊതുജനാരോഗ്യം, സുരക്ഷ, ഗതാഗതം എന്നിവ സംരക്ഷിക്കാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ. അതായത് എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും നമ്മൾ തന്നെ പഠിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ കടമാണ് പൊതുകടം. അതുപോലെ പൊതുവായ കാര്യങ്ങൾ വരുമ്പോൾ അല്ലെ, പൊതു ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ പബ്ലിക് സർവന്റ് സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെയാണ്. എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും സർക്കാരിന് വേണ്ടി ഏതൊരു സ്വത്ത് ഏറ്റെടുക്കാനും സ്വീകരിക്കാനും കയ്യിൽ വയ്ക്കാനും വികസിപ്പിക്കാനും ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ചുമതലപ്പെട്ട വ്യക്തി. സർവേ നടത്താനും കണക്കിനെടുക്കാനും കരാറിൽ ഏർപ്പെടാനും അധികാരമുള്ള വ്യക്തി. റവന്യൂ നടപടികൾ നടപ്പിലാക്കാനും അന്വേഷിക്കാനും റിപ്പോർട്ട് നൽകാനും അധികാരമുള്ള വ്യക്തി. പിന്നെ ഗവൺമെന്റിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഒരു രേഖ ഉണ്ടാക്കാനോ സൂക്ഷിക്കാനോ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ. സർക്കാരിന്റെ താല്പര്യം സംരക്ഷിക്കാനായി ഒരു നിയമലംഘനം തടയാൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ എന്നിവർ. പിന്നെ ജില്ലാ, ടൗൺ, വില്ലേജുകളിൽ നികുതി ഈടാക്കാനും അതിന്റെ സ്വത്ത് സംരക്ഷിക്കാനും അധികാരമുള്ള ഉദ്യോഗസ്ഥർ. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് ജോലി എടുക്കുന്നവർ, തിരഞ്ഞെടുപ്പ് നടത്തുന്നവർ, തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഭാഗമാകുന്ന ഉദ്യോഗസ്ഥന്മാർ. ഏതെങ്കിലും രീതിയിൽ ഗവൺമെന്റിന്റെ ഒരു പൊതു ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ ഫീസ്, കമ്മീഷൻ എന്ന രീതിയിൽ വേതനം നൽകുന്നവരോ സർവീസിലുള്ളവരോ, ലോക്കൽ അതോറിറ്റി സർവീസിലുള്ളവർ, കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും കീഴിലുള്ള കോർപ്പറേഷൻ എന്നിവരെല്ലാം പൊതു ഉദ്യോഗസ്ഥർ എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നു. ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ തൊഴിൽ വാർത്തയിലുള്ളത്. അടുത്ത പങ്ക്തി വരുമ്പോൾ നമുക്ക് ഇതും വീഡിയോ ആയിട്ട് ഇതിലൂടെ തരാം. ഇനി ഇതിന്റെ PDF നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും ഞങ്ങൾ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ കിട്ടും.